മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 5 വട്ടം IPL കിരീടത്തിൽ മുത്തമിട്ട ടീമാണ് പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ബാറ്റിംഗിൽ മിന്നലാട്ടങ്ങളുണ്ടെങ്കിലും ബൗളിങ്ങിലെ പാളിച്ചകൾ ടീമിനെ വേട്ടയാടുകയാണ്. ഇനിയുള്ള 6 മത്സരങ്ങളും ജയിച്ചാൽ മുംബൈക്ക് പ്ലേ ഓഫിൽ കയറാൻ കഴിയുമോ അതോ തലകുനിച്ച് മടങ്ങേണ്ടി വരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സീസണിൽ 8 മത്സരങ്ങൾ കളിച്ച മുംബൈ 6ാം തോൽവിയാണ് ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഏറ്റുവാങ്ങിയത്. പോയിന്റ് പട്ടികയിൽ ലക്നൗ സൂപ്പർ ജയൻസ് മാത്രമാണ് മുംബൈക്ക് താഴെയുള്ളത്. തുടർ തോൽവികൾ ഏറ്റുവാങ്ങിയതോടെ മുംബൈക്ക് ഇനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ ആരാധകർ ഉറ്റുനോക്കുന്നത്. മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ ഇനി സാധ്യതകൾ വിരളമാണെന്ന് തന്നെയാണ് വസ്തുത. എന്നാൽ ചെറിയ പ്രതീക്ഷകൾ ഇപ്പോഴും ടീമിന് ബാക്കിയുണ്ട്. 8 മത്സരത്തിൽ നിന്ന് 4 പോയിന്റാണ് മുംബൈക്ക് ആകെ നേടാനായിരിക്കുന്നത്. ഇനി 6 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. ഈ 6 മത്സരങ്ങളിൽ നിന്ന് മുംബൈക്ക് പരമാവധി നേടാനാവുക 12 പോയിന്റാണ്. എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ ഈ പോയിന്റ് നേടാൻ മുംബൈക്കാവും. അങ്ങനെ വരുമ്പോൾ 14 മത്സരം കഴിയുമ്പോൾ ആകെ 16 പോയിന്റിലേക്ക് എത്താൻ മുംബൈക്ക് സാധിക്കും. എന്നാൽ ഈ പോയിന്റ് കൊണ്ട് മുംബൈക്ക് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം. IPL 10 ടീമുകളായതിനു ശേഷം 16 പോയിന്റോടെ ഒരു ടീമും പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുംബൈക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. ഇനി ഒരു മത്സരം പോലും തോൽക്കാതെ മുന്നോട്ട് പോകുന്നതും മുംബൈക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. CSKക്കെതിരെ അവരുടെ തട്ടകത്തിൽ മുംബൈക്ക് ഇനി മത്സരമുണ്ട്. പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയവരുടെ എല്ലാം വെല്ലുവിളി മറികടക്കാൻ മുംബൈക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാലും പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുംബൈയിലുള്ള വിശ്വാസം ആരാധകർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. മുംബൈയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഈ സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുകയാണ്. ക്യാപ്റ്റൻ നിലയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും കാര്യമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മുംബൈയുടെ ബാറ്റിംഗ് നിര ഹൈദരാബാദിനെതിരെ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ ബൗളിംഗ് നിരക്ക് നിലവാരം കാട്ടാൻ സാധിക്കാതെ പോയി. ജസ്പ്രീത് ബൂംറയുടെ മോശം ഫോം മുംബൈയെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണമാണ്. ഇത്തവണ യോർക്കറുകൾ എറിയാൻ പോലും ബൂംറ പ്രയാസപ്പെടുന്നതാണ് കാണുന്നത്. സ്ലോ ബോളുകൾ കൂടുതൽ എറിയുന്ന ബൂംറ തല്ലി വാങ്ങിക്കൂട്ടുന്നു. ട്രെൻഡ് ബോൾട്ടിനും പവർ പ്ലേയിൽ മികവ് കാട്ടാൻ സാധിക്കുന്നില്ല. മുംബൈയുടെ സ്പിന്നർമാർ ഭേദപ്പെട്ടു നിൽക്കുമ്പോൾ പേസർമാർ തീർത്തും നിരാശപ്പെടുത്തുകയാണ്. എന്തായാലും ഇത്തവണ മിനി താരലേലം കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന പ്രതീക്ഷകളുടെ വിപരീതമായാണ് മുംബൈ മുന്നോട്ട് പോകുന്നത്. നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ ടീം മാനേജ്മെന്റും അതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ചില നിർണായക മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. തിരിച്ചുവരവുള്ള ചരിത്രമുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലാണ്. ബൗളിംഗ് നിരയിലെ വിള്ളലുകൾ പരിഹരിച്ച് ബാറ്റിംഗിലെ സ്ഥിരത വീണ്ടെടുത്താൽ മാത്രമേ ആ ചെറിയ പ്രതീക്ഷയെങ്കിലും നിലനിർത്താൻ മുംബൈക്ക് കഴിയൂ. ആരാധകർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ക്രിക്കറ്റിൽ അവസാന പന്ത് വരെ എന്തും സംഭവിക്കാം. താരലേലത്തിലെ പാളിച്ചകളും പ്രധാന താരങ്ങളുടെ ഫോമില്ലായ്മയാണ് മുംബൈയെ ഇത്തവണ വലയ്ക്കുന്നത്. വരാനിരിക്കുന്ന CSK രാജസ്ഥാൻ മത്സരങ്ങൾ മുംബൈയുടെ വിധി നിർണ്ണയിക്കും. ഒരു തോൽവി കൂടി നേരിട്ടാൽ മുംബൈയുടെ പ്ലേ ഓഫ് മോഹങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചേക്കാം. ടീം മാനേജ്മെന്റ് ഇനി എന്ത് മാറ്റങ്ങളും കൊണ്ടുവരിക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.